ആൾക്കാർ അന്നെ പ്രൈസ് ചെയ്യുമായിരുന്നു. അയ്യോ ബിഷപ്പ് അങ്ങനെ ഇങ്ങനെ. ഞാൻ വളരെ കൈകൂപ്പി പിടിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഈ സമയത്ത് എല്ലാവരും ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരായുസിലേക്ക് വരുത്തി ഈ പിഞ്ചു കുഞ്ഞിന് ഒരു അമ്മ ആവശ്യമായിട്ടുണ്ട്. ഞാൻ അതാണ് നിങ്ങളോട് പറയാൻ. ഈ പൊന്നോമന പുത്രന് രേണു സുധീയുടെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോഴും കണ്ടത്. അത് കാണുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ മനസ്സിന് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം വരും. ആ ഒരു ചെറുക്കൻ്റെ ഇരിപ്പ് നിങ്ങൾ കണ്ടില്ലായിരുന്നേ. ഇനി എന്തിൻ്റെ പേരിലായാലും ശരി വിട്ടേക്കായിരുന്നേ. അതാണ് അവരവരുടെ ജീവിതവും കാര്യങ്ങളായിട്ട് പോട്ടെ, എന്തൊക്കെയോ ആയിക്കോട്ടെ. ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വീഡിയോ എടുക്കുന്നതാണ് പ്രശ്നമെങ്കിൽ അവർക്കുള്ള ചില്ലറ അതിൻ്റെ അകത്ത് കിട്ടൂലേ. ഒരുപാട് ആൾക്കാർ ഇത് കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ അങ്ങ് വിചാരിച്ചങ്ങ് വിട്ടേക്ക്. നമുക്ക് എത്ര ആൾക്കാരുണ്ട് വേറെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കിച്ചുവിന് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാനോ ഇനിയല്ല ഇപ്പോൾ ആൾക്കാരുണ്ടാവും. കാരണം എന്താ പറയുക, ഇപ്പോൾ പൈസയുണ്ട്. പൈസ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞൊരു മനുഷ്യന്മാർ പോലും ഉണ്ടാവില്ല. ആ പൈസ ഇല്ലോണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ ഏറ്റെടുക്കാൻ വന്നിരിക്കുന്നത്. അല്ലാതെ ആരുണ്ടാവും നിങ്ങൾ പറയുന്നത്. അതായത് കിച്ചുവിൻ്റെ വീഡിയോൻ്റെ അടിയിൽ ഞങ്ങളുടെ ചില കമൻറ്റുകളാണ്, എത്തപ്പെടേണ്ട കൈകളിൽ തന്നെ എത്തപ്പെട്ടു, ഇനി അവർ നോയിക്കോളും, അവർ രക്ഷിച്ചോളും, മണ്ണാൻ കട്ടിയാന്ന് നടന്നത്. മനസ്സിലായ? അത് സൂക്ഷിച്ചോ, വളരെയധികം സൂക്ഷിച്ചോ. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ബന്ധുക്കളെ പോലും വിശ്വസിക്കാൻ പറ്റൂല. പിന്നല്ലേ വേറെ ആൾക്കാർ. ബന്ധുക്കളെ വിശ്വസിക്കാൻ പറ്റുമോ? അതായത് പൈസ ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ വരെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ അത് അടിച്ചു മാറ്റിയിട്ട് കൊണ്ടുപോകാറുണ്ട്. ഒരു ലോട്ടറിയിൽ അടിച്ചു നോക്കട്ടെ. ലോട്ടറിയിൽ അടിച്ചു കഴിഞ്ഞാൽ പൈസ ഉണ്ട് എന്ന് പറഞ്ഞാൽ അമ്പാ എത്ര ആൾക്കാർ വരുന്നറിയാം. അതാണ് ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇവരോടുള്ള ദേഷ്യത്തിന് ആ ചെറുക്കൻ ഭയങ്കര എത്തപ്പെടേണ്ട ഒരു മണ്ണാങ്കട്ടിയല്ല, ഒരു തേങ്ങാക്കൊല്ലിയല്ല. അവൻ എത്തപ്പെടേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവനാ ചിന്തിക്കേണ്ടത്. 10-22 വയസ്സായി ചെറുക്കൻ എത്തപ്പെടേണ്ട കൈകൾ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അവനറിയാൻ കൃത്യമായിട്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം അവൻ്റെ അടുത്ത് കൂടിയിരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസക്ക് വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഏതായാലും അച്ഛൻ ഇന്നലെ ആ വീട്ടിൽ വന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രേണുവിന് കുറച്ച് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അച്ഛൻ്റെ വാക്കുകൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ക്രൂശിക്കേണ്ടത് ഞാനും പറഞ്ഞിട്ടുണ്ട് അച്ഛനെ തന്നെയാണ്. ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അങ്ങേര് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ, അത് തന്നെ വലിയൊരു പുണ്യം നോക്കും. അത്രയേ ഉള്ളൂ. അതായത് അങ്ങേ ഒരു ഫാദർ എന്നുള്ള തരത്തിൽ അങ്ങേര് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് ഇപ്പോഴും ആ രേണു സുധിയായിട്ട് ഞാൻ തെറ്റിലാണ്, ഇനിയിപ്പോഴും അങ്ങനെ അവളുടെ കാര്യം നോക്കാൻ എനിക്ക് കഴിയില്ല, അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ. അങ്ങേര് വന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നില്ലേ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഒരു പുരോഹിതൻ എന്താ പറയേണ്ടത്, ഒരു ദൈവത്തിൻ്റെ ഇതായി വരുന്നതാണ്. ഏതായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. തന്നെ പ്രൈസ് ചെയ്യുമായിരുന്നു. അയ്യോ ബിഷപ്പ് അങ്ങനെ ഇങ്ങനെ. ഞാൻ വളരെ കൈകൂപ്പി പിടിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഈ സമയത്ത് എല്ലാവരും ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരായുസിലേക്ക് വരുത്തി ഈ പിഞ്ചു കുഞ്ഞിന് ഒരു അമ്മ ആവശ്യമായിട്ടുണ്ട്. ഞാൻ അതാണ് നിങ്ങളോട് പറയാൻ. ഈ പൊന്നോമന പുത്രന് ഇവനൊരമ്മ ആവശ്യമായിട്ടുണ്ട്. അത് നിങ്ങൾ ഓർക്കണം. ആ കുഞ്ഞിനെ അവനെ നല്ല രീതിയിൽ അവനിപ്പോൾ 6 വയസ്സേ ഉള്ളൂ പ്രായം. അവനെ പൊന്നോമനെ പോലെ വളർത്തിക്കൊണ്ട് വന്ന് അവനെ ഒരു കരക്കെത്തിക്കാൻ അമ്മ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചുവിന് അവനെ ഒരു വളർത്തമ്മയുടെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനും ഈ കുഞ്ഞിന് വേണ്ടി, ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് അത് കുടുംബമായിട്ട് അവരെല്ലാവരും ഐക്യതയോട് സ്നേഹത്തോട് തന്നെ മുൻപോട്ട് പോകട്ടെ. അതാണ് എൻ്റെയും പ്രാർത്ഥന, എൻ്റെ ആഗ്രഹം. ആരൊക്കെയോ പറഞ്ഞു ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെ യോജിപ്പിക്കാനാണ് നോക്കേണ്ടത്, മറിച്ച് ബിഷപ്പ് അവിടെ ചെന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയതുണ്ട്. ഞാൻ ഒരിക്കൽ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ വീട്ടിൽ ഇവർ കുടുംബ പ്രാർത്ഥനയിലും അവരെന്നും ഈ രാഹുൽ ദാസ് എന്ന് പറഞ്ഞ കിച്ചുവിന് വേണ്ടി ഒരു പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഞാൻ എപ്പോഴും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇവിടെ വന്നാലും ഇവിടുത്തെ മാതാപിതാക്കളും ഇവര് പേര് പറഞ്ഞ് ആ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബത്തെ കുത്തിത്തിരിക്കാൻ ഞങ്ങൾ ആരും ആഗ്രഹിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം സഹോദരങ്ങൾ ഇതിനെ ഒരു കണ്ടന്റ് ആക്കി എടുത്തു വെച്ച് നിങ്ങൾ ഭയങ്കരമായ രീതിയിൽ വീഡിയോ ഇട്ട് ഇങ്ങനെ നിങ്ങൾ രാവിലെ എൻ്റെ ഒരു ഫോട്ടോ എടുക്കും, സിസ്റ്റർ രേണുവിൻ്റെ ഒരു ഫോട്ടോ എടുക്കും, ആരുടെയെങ്കിലും മറ്റ് 2-3 ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ഒന്നിൽ കാറിനകത്തിരുന്നു, അല്ലെങ്കിൽ റൂമിനകത്തിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുവായ സ്ഥലത്ത് നിന്നുകൊണ്ട് ശക്തമായ രീതിയിൽ വിമർശനത്തോടുകൂടി വീഡിയോകൾ ഇടുകയാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തീരെ വയ്യ, ഞാൻ ഐസിന്ന് വന്നിട്ട് എഴുന്നേറ്റിട്ടില്ല. കിടപ്പ് തന്നെയാണ്, ഛർദിൽ കിടപ്പ് തന്നെയാണ്. തിരുമേനി എനിക്ക് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ എന്നിട്ട് പോയില്ല, വയ്യാതെ കിടപ്പാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ചേച്ചിയും തിരുമേനിയും നിങ്ങളെ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ അറിയിക്കുന്നതായിരിക്കും. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് വ്യൂസ് ആവും, അങ്ങനെ ചികിത്സയ്ക്കുള്ള പണമൊക്കെ കണ്ടെത്താം.
സോ താങ്ക് യു. സാർ ഇപ്പോൾ ഇവിടെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് തിരുമേനി ഇവിടെ വന്നു. പപ്പ ക്ഷണിച്ച് തിരുമേനി ഇവിടെ എത്തി വന്നിട്ടുണ്ട്. ഞങ്ങളെ പ്രാർത്ഥനയിൽ ചേർത്ത് പിടിക്കാനും പ്രാർത്ഥനയിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്താനും തിരുമേനി ഞങ്ങളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ, ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യം എല്ലാവർക്കും അറിയാമല്ലോ, ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രാർത്ഥനയിൽ കൂടെയുള്ള ധൈര്യവും പ്രാർത്ഥനയിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ മനസ്സുള്ളവരെയുമാണ്. അത് ഇത്രയും വയ്യാത്തൊരവസ്ഥയിൽ അദ്ദേഹം അത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഏതൊരു അവസരത്തിലാണെങ്കിലും ഞങ്ങൾ ക്ഷണിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി തിരുമേനിയുടെ കൂടെയുള്ളവരും വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും വലിയ ധൈര്യം. അനേകായിരം പേരുടെ പ്രാർത്ഥനകൾ മാത്രമാണ് ഞങ്ങൾക്കിപ്പോൾ ആവശ്യം. അദ്ദേഹം ഞങ്ങളെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ സഹായിക്കുന്നു, ധൈര്യപ്പെടുത്തുന്നു. ആ ഒരു അല്ല, ഒരു തിരുമേനി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഇപ്പോഴും ചെയ്തിരിക്കുന്നത്. അതായത് അദ്ദേഹം അതിൻ്റെ ആ വെറുപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, രണ്ടു ഭാഗത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. അതായത് ഒരുപാട് രേണുവിൻ്റെ പേരിലും തെറ്റുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തിരുമേനീൻ്റെ പേരിലും ചെറിയ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ തെറ്റ് ചെയ്യുന്നത് അത് തിരുത്താൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അതാണ് ഏറ്റവും വലുതെന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് ആ തെറ്റ് തിരുത്താൻ കാണിക്കുന്ന ഒരു മനസ്സ്, അതാണ് വേണ്ടത്. ഇപ്പോഴൊരു ബിഷപ്പ് എന്ന നിലയിൽ അദ്ദേഹം ആ ഒരു വീട്ടിലേക്ക് ഓടി വന്നു, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും. ഞാൻ പറഞ്ഞല്ലോ, ഓരോരോ ആൾക്കാർക്കും എന്ന് പറഞ്ഞാൽ ഓരോ വിശ്വാസങ്ങളാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന് തന്നെയാണ്. അതായത് ഒരു ഡോക്ടർമാരോ അല്ലെങ്കിൽ ഒരു ഇതോ വിചാരിച്ചു കഴിഞ്ഞാലൊന്നും നമ്മളെ രോഗം മാറില്ല. നമുക്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സും കാര്യങ്ങളും ഒക്കെ ദൈവത്തിൽ അർപ്പിക്കുക തന്നെ വേണം. അത് ഓരോരോ ആൾക്കാർക്കും ഓരോ വിശ്വാസം തന്നെയാണ്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, എന്തിനാണോ ദൈവം വന്നിട്ടാണോ ഇത് മാറ്റിക്കൊള്ളുക? അതൊക്കെ ഉണ്ട്. അതായത് പണ്ട് മുതലേ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രാർത്ഥനാ മുറികൾ വരെയുണ്ട്, എല്ലാ ആശുപത്രിയിലും ഉണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് വിശ്വാസമുള്ളവർ അവിടെ പോയി ഇരിക്കും, വിശ്വാസം ഇല്ലാത്തവർ അവിടെ പോയിട്ട് ഇങ്ങനെ പിന്നെ എന്താ പറയണ്ടേ, ലൊട്ട അടിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്നില്ല, അതേപോലെയാണ് നടന്നത്. അപ്പോൾ അതിലൊന്നും നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല. ഏതായാലും തിരുമേനി വന്നത് തന്നെ വലിയൊരു ആശ്വാസം തന്നെയാണ്. അവരുടെ കൂടെ ഇപ്പോഴും നിൽക്കുന്നത് ഒരു വലിയ ആശ്വാസം തന്നെയാണ്, ആ കുടുംബത്തിൻ്റെ കൂടെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ ചെറുക്കനെ കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു വിഷമം, നമുക്ക് എല്ലാവർക്കും മനസ്സ് പടയുന്ന ഒരു രംഗം തന്നെയാണ് അത്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം കൊണ്ട് മാത്രം ഇപ്പോൾ ഒരുപാട് സൈബർ ബുള്ളിങ്ങും മാനസികമായ വിഷമങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. രേണുവിനെ ആര് ചേർത്ത് പിടിക്കുന്നു, ആര് ആശ്വസിപ്പിക്കുന്നു, അവരെ എല്ലാം എന്തിനാണ് ഇങ്ങനെ ഈ ചില ബ്ലോഗേഴ്സ് തെരുവി വിളിച്ചിങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്തിനാണ് രേണുവിനെ ഇതുപോലെ ദ്രോഹിക്കുന്നു? അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും അവളെ ചേർത്ത് പിടിക്കുന്നവരെയും നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് വെറുതെ വിടാൻ നിങ്ങൾക്ക് ഒരു മനസ്സുമില്ലേ എന്നാണ് ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത്. കാരണം അതുപോലെ ഞങ്ങളും അനുഭവിക്കുന്നുണ്ട്. നമ്മളെ സഹായിക്കുന്നവരും ചേർത്ത് പിടിക്കുന്നവരും ആ ഒരു കാരണം കൊണ്ട് ഒരുപാട് വേദനിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥനയ്ക്കായിട്ട് പ്രിയപ്പെട്ട താങ്ചായൻ എന്നെ വീട്ടിൽ വന്ന് ക്ഷണിച്ചു. കാരണം രേണുവിന് അല്പമായിട്ടുള്ള ക്ഷീണാവസ്ഥ ഉണ്ടെന്ന് എന്നോട് താങ്ചായനും കുഞ്ഞുമാമ എന്നെ വന്ന് പറഞ്ഞു. അപ്പോഴേ സന്ധ്യയ്ക്ക് കുടുംബ പ്രാർത്ഥനയ്ക്കായിട്ട് വരണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ സന്തോഷത്തോടെ ഇവിടെ വരികയും ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയ്ക്ക് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പഴയ കാര്യങ്ങളും ഇതൊക്കെ പൊക്കി കൊണ്ടുവന്നിട്ട് രേണു അങ്ങനെ പറഞ്ഞില്ലേ, അച്ഛൻ ഇങ്ങനെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ മറ്റവരങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് വരാതിരിക്കുക, അതാ വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ആ ചെറുക്കൻ്റെ കാര്യത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഓൻ ആവശ്യമുണ്ടെങ്കിൽ ഓൻ വന്നോളും. ഇനിയിപ്പോഴും അതിൻ്റെ പുറകിൽ പോയിട്ട് ഓൻ വരുന്നില്ല അല്ലെങ്കിൽ ഓൻ ഇതാക്കുന്നില്ല എന്നൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നത്ര സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ എന്തിനാണ് വെറുതെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ് ഒരു ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിടന്നിട്ട് നമ്മൾ എന്തിനായി അന്വേഷിച്ചു പോകുന്നത്? കേസ് കാര്യങ്ങൾ ബില്ല് അന്വേഷിച്ചു പോവുക, എന്തൊരു മണ്ടത്തരമാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ബില്ല് അന്വേഷിച്ചു പോകാമെന്ന് അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ ഇത്? ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ അവർ വന്ന് പറഞ്ഞു, ശരിയാണ്, അവർക്ക് അറിവില്ലാതുകൊണ്ട് പറഞ്ഞതാണ്. ഞാനെങ്ങാട്ടാണെങ്കിൽ ഇപ്പോൾ പണിയുണ്ടോക്കടാന്ന് പറയില്ലായിരുന്നു ബില്ല് ചോദിക്കുമ്പോഴൊക്കെ. അതായത് നമ്മൾ ചിലവാക്കിയ ബില്ല് ഇത് ആരെങ്കിലും പൈസ തരുന്നു, ഇവന്മാർ ആരെങ്കിലും പൈസ തരും? ഒരാളും പൈസ തരത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ വിമർശിക്കുന്നവന്മാർക്ക് ഒരാളെങ്കിലും എന്തെങ്കിലും പൈസ തരുമോ? ഒരാളും തരൂല. അതാണ്. അപ്പോൾ രേണുവിൻ്റെ അച്ഛൻ പറയുന്ന കാര്യം ഇതുതന്നെയാണ്. കാരണം എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് വേറെ അവർക്ക് വിദ്വേഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുവരെ കഴിഞ്ഞതെല്ലാം പോട്ടടോ, എല്ലാം പോട്ടെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരല്ലേ, തെറ്റ് കുറ്റങ്ങളൊക്കെ ഉണ്ടാകും മനുഷ്യന്മാരല്ലേ. കാരണം ഓരോരോ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സമയത്തുള്ള ഓരോ ഇതായിരിക്കാം. അതായത് ഒരാൾ മുൻകൂട്ടി കാണുന്നില്ലല്ലോ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ രോഗിയായി പോകുമെന്നൊന്നും ആരും കാണുന്നില്ലല്ലോ മുൻകൂട്ടിയിട്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ആരും ആഗ്രഹിക്കുകയും ചെയ്യുന്നില്ല.
അതായത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ആഗ്രഹിക്കും എനിക്ക് ഇതേപോലെ ഒരു രോഗം വരണം എന്ന് ആഗ്രഹിക്കുമോ? എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ശത്രുക്കൾക്ക് പോലും ഈ രോഗം വരരുത് എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ശത്രുക്കൾക്ക് പോലും ഈ ഒരു രോഗം വരരുത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാലഘട്ടം അങ്ങ് കഴിഞ്ഞു പോയില്ലേ, ഇനി അതിൻ്റെ പുറകെ തൂങ്ങിയിട്ട് അതിൻ്റെ പുറകെ ഇത് കൊണ്ടുവന്നിട്ട് എന്തിനാണ് അതിൻ്റെ ആവശ്യം? അതുപോലെ തന്നെ ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്ന കുറേ ടീമുകളുണ്ട്. രേണുവിൻ്റെ വേണ്ടിയിട്ട് ഫൈറ്റിങ്ങിന് ഇറങ്ങുന്നിട്ട് ഫൈറ്റ് ചെയ്യുന്ന ടീമാ പോലും. എന്താ മണ്ണാകട്ട ഫൈറ്റാണ് അവരൊക്കെ പറയുന്നത്. അതായത് അവരൊക്കെ എന്ത് മണ്ണാകട്ട അവരുടെയൊക്കെ എന്ന് പറഞ്ഞ് അവരും കുറേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, രേണുവിൻ്റെ കൂടെ നിൽക്കുന്നവരോട് നിങ്ങൾ ഈ അനാവശ്യമായിട്ട് പോയിട്ട് വെല്ലുവിളിക്കരുത് ഒരു മനുഷ്യന്മാരെയും. അതായത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പോയിട്ട് വെല്ലുവിളിക്കുമ്പോഴാണ് എല്ലാവരും ചേർന്നിട്ട് ആ ഒരു ഇത് തീർക്കുന്നത്. അതായത് ഇന്നലെ ഇപ്പോഴും ഞാനൊരു ഇതിൽ കണ്ടു, എന്നാൽ രേണുവിനെ ഏറ്റവും കൂടുതൽ പറഞ്ഞവർ ഇപ്പോൾ വാക്ക് മാറ്റി പറയുന്നത്. അവരെ സൗകര്യമല്ലേ വാക്ക് മാറ്റി പറയല്. അന്ന് അവർ വിമർശിച്ചു, കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഓക്കെ ശരിയല്ല എന്ന് തോന്നിയപ്പോൾ അവരൊരു തിരുത്തലിന് തയ്യാറായി. അതൊരു നല്ല കാര്യം തന്നെയല്ലേ, അല്ലാതെ ഒരു മോശം കാര്യം എന്താണ്? ഒരിക്കലുമല്ല, അതൊരു മോശം കാര്യമേ അല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വളരെയധികം സന്തോഷകരമായിരിക്കുക. തിരിച്ചു വരട്ടെ, തിരിച്ചു വന്നിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യുമോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഈ ഒരു അവസ്ഥയിൽ വെറുതെ വിടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ അച്ഛൻ്റെ കഥ എന്ന് പറഞ്ഞിട്ട് കുറേ കഥകൾ വരുന്നുണ്ട്. അച്ഛൻ എന്ത് കഥ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കഥകൾ ഉണ്ടെങ്കിൽ അച്ഛൻ അങ്ങനെ ഒരു തട്ടിപ്പുകാരൻകാരാണ്. നിങ്ങളുടെ പോലീസുകാരല്ലേ, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ എടുക്കാറുണ്ട്. ഇതിൻ്റെ അകത്ത് ഇനി പറഞ്ഞാൽ ശരിയാവില്ല, ഇത് കൂടിപ്പോവാറുണ്ട്. അപ്പോൾ നന്ദി, നമസ്കാരം കേട്ടോ. എല്ലാവരും എന്താ പറയേണ്ടത്, ആരും ഒന്നും തികഞ്ഞവരില്ല, അത് മനസ്സിലാക്കുവായിരുന്നു. എല്ലാവർക്കും തന്നെ ഒരു പനി വരിക കൊണ്ടു എല്ലാം തീരാൻ വേണ്ടിയിട്ട് ഒരു പനി മാത്രം വന്നാൽ മതി. അത് ഓർത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത്. ബൈ ബൈ, നന്ദി, നമസ്കാരം.